Experience. ശരിക്കും എന്താ സംഭവിച്ചത്? എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മ ആർക്കാ മനസ്സിലാവേണ്ടത് ഇവൻ പറയണത്? ഇത് ഇവന്റെ ശ്രദ്ധക്കുറവല്ല, അത് ചുമ്മാ നടന്നു പോണ വണ്ടി ഇടിക്കുമല്ലേ. ശ്രദ്ധക്കുറവൊന്നുമല്ല അമ്മ, എന്റെ സമയം തീരെ ശരിയല്ല, അതുകൊണ്ട് പറ്റിയതാ. പിന്നെ സമയം ശരിയല്ലാത്തവരെയൊക്കെ വന്ന് വണ്ടി ഇടിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ സമയം ശരിയാണോ? ഞാൻ എവിടെയൊക്കെ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ നിൽക്കുന്ന ആർക്കാ സമയം ശരിയുള്ളത്? നടരാജൻ നിൽക്കുന്ന, അൻസാർ നിൽക്കുന്ന, ഈ നടരാജന്റെ സമയം ശരിയാണോ? ആണോ? അറിയില്ല, ഇത് വാച്ചില്ലായിരുന്നു. അതല്ലടാ ഉദ്ദേശം, തലവര നല്ലതാണോന്നാ ചോദിച്ചത്. എടാ മണ്ട, എന്റെ തലയിൽ എഴുതിച്ച് എങ്ങനെയാ ഞാൻ വായിക്കുന്നത്? പേപ്പർ എഴുതിയാൽ വായിക്കാൻ പറ്റൂ? ഇപ്പൊ മനസ്സിലായോ എന്റെ സമയം ശരിയല്ലെന്ന്? അല്ലെങ്കിൽ ഞാൻ ഇവനെയൊക്കെ കൊണ്ടു നടക്കോ കൂടെ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല റൊണാൾഡോങ്ങളുടെ സമയം ശരിയല്ലെന്ന്. അല്ലെങ്കിൽ ആർക്കും ഒന്നും മേടിച്ചു കൊടുക്കാതെ ഡാഡിയുടെ പാർട്ടിയിൽ നിന്ന് റൊണാൾഡോങ്ങളുടെ ഇത്രയും സാധനം മേടിച്ചോണ്ട് വരുമോ? ഞങ്ങളല്ല വാങ്ങിച്ചത്, ആ കാർ ഡ്രൈവർ വാങ്ങിച്ചു കൊടുത്താ. കാർ കൊണ്ട് ഇടിച്ചാ. ഞാൻ പറഞ്ഞ സത്യം. പിന്നെ ഇവനെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ പോവല്ലേ? അല്ലെങ്കിൽ നല്ല കിഴിഞ്ഞ ബുദ്ധിയാണല്ലോ. ഞാനൊരു 50 രൂപ എങ്ങാനും അവന്റെ ഇത് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ 50-ന് 100 എന്നോട് തിരിച്ചു മേടിക്കും. എന്നിട്ട് കാറുകാരൻ കൊണ്ടുവന്ന് വണ്ടി ഇടിപ്പിച്ചിട്ട് ഒരു പാക്കറ്റ് 1 കവറ് പഴവും മേടിച്ചോണ്ട് വന്നേക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിലെ ബില്ല് അയാൾ കൊടുക്കണ്ടേ? അയാളുടെ വണ്ടി വന്നല്ലേ മുട്ടിയത്, നമ്മൾ കൊടുക്കോ? അതല്ല, കുറച്ച് പൈസ മേടിക്കണായിരുന്നു. ഇനി ഒരാഴ്ചത്തേക്ക് അവന് പണിക്ക് പോകാൻ പറ്റുമോ? അതാര് നോക്കും? ഒരാഴ്ചയല്ല, 1 മാസം വരെ റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ. പിന്നെ ഇത് പറഞ്ഞ വണ്ടി ആകുമ്പോ തട്ടിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ എന്നെ ഇടിച്ച കാറുകാരനാണ് ഒരു പാവം മനുഷ്യൻ. അയ്യോ റൊണാൾഡോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇത്ര പെട്ടെന്ന് അങ്ങ് നന്നായോ? നിന്റെ ഈ മാറ്റേ അത് നിങ്ങൾ കാര്യാക്കണ്ട. അത് ഈ ചായ കുടിക്കാൻ പോകുമ്പോഴേക്ക് എനിക്കെന്നും പറഞ്ഞോണ്ടിരിക്കുന്നതാ. അയ്യോ, പറഞ്ഞ പോലെ ചായ എടുത്തില്ല. ചായ ഒന്നും വേണ്ട, ഞങ്ങളങ്ങ് ഇറങ്ങുവാ. വേണ്ട, ഫ്രൂട്ട്സ് എല്ലാം ഒന്നും വേണ്ട. അത് കൊടുക്കണ്ട. നടരാനാണ് റൊണാൾഡോ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയത്. ആണോ? എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? വേറെ കുഴപ്പമില്ല, കാറിന് നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് മാത്രമേ ഉള്ളൂ. ഡ്രൈവർ ഉണ്ടായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കൂടുതൽ എന്നാൽ ശരിയാവില്ല അമ്മ, നിങ്ങൾ തന്നെ എന്നെ അടിച്ചിറക്കി കൊടുക്കും. ഇടക്കിടക്കൊന്ന് വരണേ. ഞാൻ ഇങ്ങനെ കിടക്കൂല്ലേ, ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് മൊസാമ്പി പിഴിഞ്ഞു കുടിക്കണം. പിന്നെ ഇടക്കിടക്ക് വായോ. എന്റെ ഭാര്യയല്ലേ ഇടക്കിടക്ക് ഫ്രൂട്ട്സോട്ട് വരാൻ. വല്ല കാര്യമുള്ള കാര്യമാണോ? അല്ലാതെ ഞങ്ങളത് ഇങ്ങനെ പാർട്ടി ഓഫീസിലേക്ക് വെച്ചിങ്ങനെ തമാശ പറയുന്നേ. അത് അതെ, അൻസാറിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു സ്നേഹം. പിന്നെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടേ? ഒരുപാട് കട്ടിയുള്ള ആഹാരം കഴിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. നെയ്യിന്റെ അംശമുള്ളത് കഴിച്ചാൽ മതി, നല്ല ദഹനം കിട്ടും. ഇച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടേ ചിക്കൻ പിച്ചി പറിച്ചിട്ട് ബിരിയാണി പോലാക്കി തന്നാൽ മതി. സലാഡും വേണേ. നല്ല കട്ടിയില്ലാത്ത ആഹാരം. എടാ, ധാരാളം പച്ചവെള്ളം കുടി, അതാണ് കട്ടിയില്ലാത്തത്. അയ്യോ, വെള്ളമൊന്നും അവന് ദഹിക്കൂല അമ്മ. നിന്റെ റൊണാൾഡോ മാമൻ ആള് കൊള്ളാലോടി. സാധാരണ വയ്യാതിരിക്കുമ്പോ മനുഷ്യര് വല്ല കഞ്ഞിയ പയറ ചുട്ട പപ്പടം ഒക്കെ കഴിക്കുന്നത്. അവൻ എന്തോന്നാ പറഞ്ഞത്? അവന് നെയ്ച്ചോറും ചിക്കനും വേണോന്ന്. നെയ്ച്ചോറ്, ചിക്കൻ, സാലഡ്. പൊന്നോ, ഇങ്ങനെയുള്ള കുറെ മനുഷ്യര് ഇതൊക്കെ കഴിച്ചിട്ട് വല്ല ബാത്റൂമിലൊക്കെ പോണ്ടി വന്നാൽ അതൊന്നും അവൻ ആലോചിക്കണില്ല. എന്നൊരു കൈസഹായത്തിന് ഇവിടെ ആളില്ല എന്നുള്ളത് ആലോചിക്കണില്ല. ഇപ്പൊ നെയ്ച്ചോറാണോ കൊടുക്കാൻ പോകുന്നത്? അല്ലിയും പയറും അല്ലേ? അതെ. പിന്നെന്തിനാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്? എന്താ സംസാരിക്കാൻ പാടില്ലേ? എന്തിനാ ഇപ്പൊ അങ്ങനെ പറഞ്ഞില്ല? നടക്കാത്തൊരു സംഭവത്തിനെ പറ്റി പറഞ്ഞ് കുറ്റം പറയണ്ട. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമല്ല. ക്ലീറ്റസിന് ദേഷ്യം വന്നാലും സാരമല്ല, അവൻ അവൻ്റെ അടുത്ത് വീട്ടിൽ പോകാൻ പറ, അതാ വേണ്ടത്. അത് ഞാനും ഡാഡിയും കൂടെ നോക്കിക്കോളാം റൊണാൾഡോ അങ്കിളിനെ. നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് ഡാഡി എവിടെ? ഡാഡി വരും, അനിയനല്ലേ, അനിയനാകുമ്പോ ഹെൽപ്പ് ചെയ്യും. അനിയന്മാരെ ഹെൽപ്പ് ചെയ്യണ കൊറേ ആൾക്കാര്. നീ നിന്റെ അനിയനെ ഹെൽപ്പ് ചെയ്യണ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഹെൽപ്പ് ചെയ്യാറില്ലേ? ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അവന് വേണ്ടാന്ന് പറയണത്. എനിക്ക് അത്യാവശ്യം നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്, അമ്മയ്ക്ക് അറിയാത്ത. അതെ, എനിക്കറിയാൻ പറ്റൂലല്ലോ. കാരണം ഇവിടെ എനിക്ക് ഹെൽപ്പിന്റെ ആവശ്യമേ വരാറില്ല. മുത്ത് ഇവിടെ ഫുൾ ടൈം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അടുക്കളയില. അത് അമ്മ സമ്മതിക്കാത്തോണ്ടാ. ഇവിടെ ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ ഞാൻ തന്നെ ഇടയ്ക്ക് കയറി സോൾവ് ചെയ്യുന്നേക്കെ. അതൊന്നും ആരും ഇവിടെ കാണൂല. ഇവളിപ്പോ വലിയ ആൾക്കാരുടെ സംസാരം. വലുതായ അമ്മൂമ്മ ഞാൻ
റൊണാൾഡേ ഉം. അൻസാർക്ക ആ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്കറിയാം നിങ്ങൾ സ്നേഹമുള്ളവൻ, എന്നെ കാണാതിരിക്കാൻ പറ്റൂ. ആ നിന്റെ ക്ലീറ്റോ മച്ചപ്പി പറഞ്ഞു വിട്ടാ എന്നെ മൂത്രം ഒഴിക്കാനും ബാത്റൂമിലേക്ക് പോകാൻ സഹായിക്കാൻ വേണ്ടിട്ട്. ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പലയിടത്തും ഇരിക്കുന്ന ക്ലീറ്റോ മച്ചമ്പിക്ക് തോന്നിയ സമയത്ത് പറഞ്ഞു വിട്ടാൽ എനിക്ക് ആ സമയത്ത് ബാത്റൂമിൽ പോകാൻ പറ്റും. എന്നെ അങ്ങനെ സഹായിക്കാൻ പറ്റുമോ? നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വിട്ടിരിക്കണം. പക്ഷെ അത് പറ്റത്തില്ല, ഞാൻ മെമ്പറല്ലേ, എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാൻ ഒരുപാട് ജോലി തിരക്കില്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഓസ് സെറ്റ് ചെയ്ത് തരാം. അതാകുമ്പോൾ ഈ ജനലിൽ കൂടെ അങ്ങോട്ട് ഇട്ടാൽ മതി. നിനക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും കാര്യം സാധിക്കാമല്ലോ. ഒരു മെമ്പറിനൊക്കെ ഗതിയാണ്. എന്നെ കക്കൂസി കൊണ്ടുപോകാനും മൂത്രം ഒഴിപ്പിക്കാനും മെമ്പർ. എന്റെ യോഗം ഭയങ്കര. അടുത്ത ഇലക്ഷന് 10 കള്ളവോട്ട് നിങ്ങൾക്ക് കൊണ്ട് ഞാൻ ചെയ്തിരിക്കും. ഓ ചെയ്യണം. എന്താ ഓസിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ട എന്നെ കക്കൂസി കൊണ്ടുപോകാനും മൂത്രം ഒഴിപ്പിക്കാൻ വേണ്ടിട്ട് മെമ്പർ വന്നേ. ഭാഗ്യവാൻ എന്റെ ഞാൻ പറഞ്ഞ ഓസ് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഇല്ല ഞാൻ സംഖ്യ വാങ്ങിച്ചു കൊടുക്കാം. അതായിരിക്കും നല്ലത്. അല്ല റൊണാൾഡോ, ശരിക്കും ഇത് എന്തുവാടാ സംഭവിച്ചേ? അത് റോഡ് ക്രോസ് ചെയ്യുന്ന നേരം വന്ന് കാറ് സ്പീഡിൽ വന്ന് തട്ടി. കാർ സ്പീഡ് വന്ന് തട്ടിയാ? ശരിക്കും അത് തന്നെ സംഭവിച്ചത്? എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം, നമുക്ക് കേസ് കൊടുക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ പൈസ മേടിക്കണ്ടേ? അത് വേണ്ട, കേസിനൊന്നും പോണ്ട. ആ കാറുകാർ ഒരു പാവം മനുഷ്യനാണ്. എനിക്ക് പറ്റാനുള്ളത് പറ്റി അയാളിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? വീട് അല്ല എന്തോ ഒരു ഇതുണ്ട്. നീ ഒന്നുകൂടെ ഓർത്തു നോക്കേ. ഒന്നുകൂടെ ഒന്ന് ഓർത്താലും ഒരുപാട് പ്രാവശ്യം ഓർത്താലും ഇത് തന്നെ അല്ലേ പറയാനുള്ളൂ. കാറ് തട്ടി വീണു, ആക്സിഡന്റ് ആയി. അയ്യോ. അല്ല നിന്നെ മറ്റേ സുരേന്ദ്രന്റെ പച്ചക്കറി കടയുടെ മുമ്പിൽ വെച്ചല്ലേ വണ്ടി ഇടിച്ചത്? അവിടെ ആ ഏരിയ എവിടെ ആണെന്ന് തോന്നുന്നു. അല്ല അത് ഓർമ്മയുണ്ടാ? സത്യം പറയാലോ, കൊടങ്ങാവുള്ള മാതാവാണ്, എനിക്കൊന്നും ഉറപ്പില്ല. ആ തലവരിപ്പ് അതേപോലെ നിൽക്കുക. വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ടല്ലേടാ ഓർമ്മ പോകുന്നത്, അതിന് മുമ്പുള്ള കാര്യം ഓർത്തെടുക്കുന്ന. അല്ല അതും കിട്ടുന്നില്ല, പോയപ്പോ മൊത്തത്തിൽ പോയതുകൊണ്ടാന്ന് തോന്നുന്നു. അല്ല നമുക്ക് ഇവന് ഓർമ്മയൊന്നും വേണ്ട. സുരേന്ദ്രന്റെ കടയിലെ CCTVക്ക് എല്ലാം ഓർമ്മയുണ്ട്. അല്ല എന്താ സംഭവം? എന്താ? അതെ, നിന്റെ ക്ലീറ്റോ മച്ചമ്പി പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയൊന്ന് അന്വേഷിച്ചായിരുന്നു. ആ CCTV ഒക്കെ ഒന്ന് നോക്കി. അതിനകത്ത് കാണും കാർ തട്ടിയത് വിശദമായിട്ട് അതിൽ കാണും. അതിനകത്ത് നല്ലോണം കാണുന്നുണ്ട്. എന്താണ് കാറ് തട്ടിയതല്ലേ? അപ്പോ കാറ് തട്ടിയത് അതങ്കം. ഇവന്റെ ഒരു അലന്ന കമ്പനി ഉണ്ടല്ലോ, മറ്റേ റെജി കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. അവ അപ്പുറത്ത് നിന്ന് വെള്ളം അടിക്കാൻ വിളിച്ചത്, ഒരു ഫോറിൻ കുപ്പി കിട്ടുമെന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞു പോയത് വണ്ടി വന്നപ്പോഴും. അവിടെ നിന്ന് ആൾക്കാരെല്ലാം അന്തം വിട്ടുപോയില്ലേ, അവര് കരുതിയ അത് ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന്. ആ കാറുകാരൻ പതുക്കെ വന്നുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. അല്ലാതെ ഇവൻ പറഞ്ഞ കണക്ക് നല്ല സ്പീഡിലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഇവന്റെ 16-ന് ഇപ്പൊ ആ റെജിയും കൂട്ടരും വെള്ളം അടിച്ചാണ്. അങ്ങനെയാണോടാ? എനിക്ക് സത്യം പറഞ്ഞത് അങ്ങനെ ഒന്നും ഓർമ്മയില്ല. തലവരിപ്പ് ഇങ്ങനെ നിൽക്കുന്നോണ്ട് ഈ കാലെ പിടിച്ചൊരു തിരിച്ചിട്ടുണ്ടെങ്കിൽ തലവിരിപ്പ് മാറും, എല്ലാം മാറും കേട്ടോ. നിങ്ങൾ എന്നെ മുള്ളിക്കാൻ വന്നേ അതോ എന്നെ കൊല്ലിക്കാൻ വന്നേന്ന്? നന്നാവൂല എഴുതി വെച്ചേക്കുവാണ് നീ. കള്ളവോട്ടല്ല, നിങ്ങൾക്കെതിരെ കള്ള പ്രചാരണം നടത്തും. ചുമ്മാ അല്ല, നിനക്ക് ഇങ്ങനെ തന്നെ വേണോടാ. നീ കട അവിടെ. അല്ല അവന് നെയ്ച്ചോറും ബിരിയാണി ഇറച്ചിയൊക്കെ വേണോന്ന് പറഞ്ഞായിരുന്നു. എന്തോ കൊടുത്ത് നീ? അവൻ എന്തോ കഴിച്ച്? എന്തോ കഞ്ഞി തന്നെ കൊടുത്ത്. കഞ്ഞി കുടിച്ച എന്റെ പൊന്നമ്മേ, അസുഖമായിട്ടിരുന്നാലും എങ്ങനെയായിരുന്നാലും ഒരു പറ കഞ്ഞി, കുറെ പയറ്. അപ്പൊ പറയുവാണ് ഇത് പോരാ, എനിക്ക് മുട്ട വറുത്ത് വേണോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2 മുട്ട വറുത്ത് കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി പാലും കൂടി കിട്ടുമോ തങ്കച്ചേട്ടത്തിന്ന് ചോദിച്ചു. അങ്ങനെ ദൈവക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലും ചൂടാക്കി അതും കുടിച്ചിട്ട് ഏമ്പക്കം വിട്ട് അവിടെ പോയി കിടപ്പുണ്ട്. ഭക്ഷണ കാര്യത്തിൽ ഇങ്ങനെ കളിയാക്കല്ലേ തങ്കം? ഞാൻ കളിയാക്കിയതല്ല. എന്റെ അമ്മ അവൻ ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഇനി വല്ല കക്കൂസി പോകാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആദ്യം കൊണ്ട് പറയണതാ. എല്ലാവർക്കും പാടല്ലേ? അല്ല നീ കളിയാക്കിയത് തന്നെ, അല്ല സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അപകടം വന്ന് കിടക്കുമ്പോഴാണ് ബാത്റൂമിൽ പോണ കണക്കും ഫുഡിന്റെ കണക്കും പറയണ. എന്തിനും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക റൊണാൾഡോ എന്ന്. എന്തിനും പറ്റിപ്പോയാ നോക്കാൻ കണക്കും. ആണാ, ഞാൻ തന്നെ അവനെ നോക്കണത്. ഒരു ഉള്ളി പൊളിച്ചു തരാൻ കൂടി ഇവള് വരൂല. അവന്റെ കാര്യങ്ങളെല്ലാം നോക്കണം ഞാനല്ല. അപ്പൊ ഞാൻ ഇച്ചിരി കണക്ക് പറഞ്ഞെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. ഓ എന്തിനാ നോക്കണത്? അല്ലെങ്കിൽ എല്ലാം ചെയ്യണ ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളത്. ഇപ്പൊ ദേ അനിയന് വന്നപ്പോ ചേട്ടൻ അങ്ങ് പോയല്ലോ, തിരിഞ്ഞും കൂടി നോക്കാണ്ട്. അല്ല റൊണാൾഡോന്റെ കാര്യം ക്ലീറ്റോ എന്തോ പറഞ്ഞേ? ക്ലീറ്റോ എന്ത് പറയാം? ക്ലീറ്റോ അവനെ അവര് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്തെങ്കിലും ഭാര്യ അമ്മയെ നോക്കണ്ടേ? അല്ല ഇവിടെ നിക്കുവാണെങ്കിൽ നമ്മൾ നോക്കണമെന്നല്ലേ ഡാഡി പറഞ്ഞേ?
ഇവിടെ നിക്കുവാണെങ്കിലല്ലേ. ആ ഇവിടെ ഇല്ല നിക്കണേ. ഇല്ല, ഇവിടെ നിക്കുന്നില്ല. റോസ്മേരി അവളിനെ രാവിലെ ഒന്ന് കൊണ്ടുപോകും. കൊടുങ്ങാവളൊക്കെയോ? പിന്നെ അല്ലാതെ അതെങ്ങനെ ശരിയാ? 3 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അല്ല, അവിടെ ഈ വണ്ടിയും വെള്ളമുള്ള സ്ഥലമല്ലേ, അവിടെ നിന്ന് വരാൻ പറ്റൂലേ ഹോസ്പിറ്റലിലോട്ട്? എന്നാലും ദൂരം. അവനെ കൊണ്ടു അവരിങ്ങോട്ട് വരുമെന്ന് നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു. അതിന് അവര് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറച്ചിലൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് റോസ്മേരിയും കുഞ്ഞമ്മിച്ചി ഇത് അറിയണത്. എന്നാ എന്റെ പൊന്നമ്മേ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും ടെൻഷനും ഉണ്ടാവൂലേ? സ്വന്തം കെട്ടിയോനല്ലേ. ആണോ എന്നും പറഞ്ഞിരിക്കുന്നു. ഒരു ഞെട്ടലും ഇല്ല, ഒന്നുമില്ല. ഇതിനകത്തൊന്നും കെട്ടണ്ടാന്ന് തോന്നുന്നു. ഈ കയറിട്ട് കെട്ടിയാ വേദന എടുക്കൂലേ? അല്ലേ പിന്നെ ഞാൻ ആലോചിക്കണേ, ഇതിന് റൊണാൾഡോങ്ങനെ താങ്ങാൻ പറ്റൂ? റൊണാൾഡോ കുത്തി നടക്കണ്ടേ? അതിനുള്ള ബലമൊക്കെ ഉണ്ടോ? നല്ല ബലമുണ്ട്. ഇതിനകത്ത് കിടന്നു പോവാനല്ലല്ലോ, ഒരു താങ്ങിന് വേണ്ടി പിടിക്കാനല്ലേ. ഞാൻ ചോദിക്കുന്നത്, എന്നെ കൊണ്ടുപോകാൻ ഇപ്പൊ ആള് വരും, ഇനി ഈ മഞ്ചലൊക്കെ പണിയേണ്ട വല്ല കാര്യമുണ്ടോ? റൊണാൾഡേ, ഒരു താങ്ങിന് ഇത് നല്ലതല്ലേ? ഈ തൊങ്കി നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാകുമ്പോ ഒന്ന് ഓട്ടോടെ പോവാനോ അല്ലെങ്കിൽ ആ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാനോ ഇതല്ലേ, ഒരാളെ കൈസഹായം നോക്കി നിൽക്കണ്ടല്ലോ. കൈസഹായം അവിടെ പോയി സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു നിമിഷം കിട്ടത്തില്ല. അവളും അമ്മച്ചിക്കടെ കൂണാന്ന് പറഞ്ഞ് രാവിലെ സൂര്യ ഉദിക്കുമ്പോൾ തുടങ്ങുന്നത് രാത്രി ഉറങ്ങാൻ കിടന്ന കൂർക്കമ്പലി വരെ വഴക്കറിയോ? വേറെ എവിടെയെങ്കിലും കേട്ടുണ്ടോ? പിന്നെ അമ്മച്ചി ഒരു കൂർക്കം വിട്ട അവള് ഇങ്ങനെ വിടും. ഇതിപ്പോ നീ ഇവിടുന്ന് പോണോന്ന് നമുക്ക് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ക്ലീറ്റ് എവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിലോ ഒന്ന് ബാത്റൂമിൽ പോവാൻ ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിന്റെ കൂടെ വരാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് ഒന്ന് മുണ്ടെടുക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിന്നെ ആണൊരുത്തിനോ അല്ലെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ജയിലിൽ പറഞ്ഞു വിട്ട പോലെ നീ ഇതൊന്ന് പിടിച്ചു നോക്കിയേ. പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് റൊണാൾഡിനെ പിടിച്ച് ഓട്ടോയിലോട്ട് ഇരുത്തേ. നീ അതവിടെ വെക്ക്. അവരെന്തോ പറയുന്ന കേക്കണേ, തല ഇറങ്ങുന്നുണ്ട് കുഞ്ഞിനെ കണ്ടിട്ട്. അമ്മച്ചി വാ വെള്ള ചായ എന്തെങ്കിലും കുടിക്കാൻ വാ. എവിടെ ചെന്ന് വീണതായി ഇതറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഉറക്കമല്ലടി. എന്റെ ചെറുക്കം കിടക്കുന്ന കിടപ്പ് നോക്ക്. എന്റെ നെഞ്ച് പൊട്ട് വരുന്ന വിളിച്ചു പറഞ്ഞപ്പോ. കരയണ്ട. ഈ പറഞ്ഞ പോലെ ഇവനിവിടെ ഇല്ലെങ്കിൽ നമുക്കൊക്കെ വിഷമ. വീട് ഉറങ്ങിയ പോലെ ആയിപ്പോവും. പക്ഷെ ഈ അവസ്ഥയിൽ ഞാനല്ലല്ലോ. അവനൊന്ന് ബാത്റൂമിൽ പോവാനോ ഒന്ന് കുളിക്കാനോ ഒന്ന് ദേഹം തുടയ്ക്കാനോ ഒക്കെ പാടാണ്. ഇഷ്ടമില്ലാതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞല്ലാതെ. അതാ ചേട്ടത്തി വിളിച്ചപ്പോഴും ഞാൻ ഇങ്ങോടി വന്നത്. എനിക്ക് അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല. പിന്നെ എന്തൊരു തണ്ടോന്നുണ്ടല്ലേ, പെറ്റ തള്ളേക്കായി തണ്ട നോക്ക്, വലിച്ചെറി വന്ന് നോക്ക്. പിന്നെ എനിക്ക് സങ്കടമില്ലേ? ഞാനേ രണ്ടുപേർക്കും കുടിക്കാൻ ഇച്ചിരി കാപ്പിയോ ചായ എന്തെങ്കിലും ഇടാം. എന്തിന്? നീ ഇവിടെ ഇരിക്കെ, ഞാൻ ചെയ്യാം. എപ്പോഴും കിടന്ന് മാട് ചെയ്യുന്നു പോലെ നടന്ന് ജോലി ചെയ്യണോ കുഞ്ഞെ? മക്കൾ വിടാന്നിരിക്കെ, ഞാൻ പോയി ചെയ്യാം. അയ്യോ വേണ്ട, വല്ലപ്പോഴും ഒരു ദിവസം വന്നിട്ട് എന്തിനാ? ഞാൻ ചെയ്തോളാം. ഞാനല്ലേ ഒന്നും ചെയ്യണേ. ആര് പറഞ്ഞു ഒരു ദിവസം വന്നേന്ന്? ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം. നിനക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് തരണ്ട. ഇവർക്കൊക്കെ വല്ല വെച്ച് കൊടുക്കണ്ടായോ? എന്ന് കിടന്നങ്ങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുവോ? ഞാൻ വല്ലപ്പോഴും ഇനിയിപ്പോ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം. കുഞ്ഞുമിച്ചപ്പോ പോകുന്നില്ലേ? ഓ എന്തിന്? അവന് സുഖമാവട്ടെ. നിനക്ക് എല്ലാവരെയും കൂടെ നോക്കാൻ പറ്റൂ? അതല്ല, കുഞ്ഞുമിച്ചി ഇവിടെ നിന്ന റോസ്മേരി അവിടെ ഒറ്റയ്ക്കല്ലേ. അവക്ക് ഇവനെ മാത്രം നോക്കാനുള്ള സമയം കിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് കൊച്ചപ്പച്ചൻ പിള്ളേര് എല്ലാരും കൂടി പാടാവും. എന്റെ കൂടെ ഒരാള് ഫുൾ ടൈം വേണം. അപ്പൊ അല്ല, ക്ലീറ്റോ പറഞ്ഞായിരുന്നു കുഞ്ഞമ്മിച്ചിയും കൂടെ പോ, എന്നിട്ട് അവന് ഭേദമായി കഴിയുമ്പോ കുഞ്ഞമ്മച്ചനും റോസ്മേരിയും പിള്ളേരും എല്ലാവരും കൂടി വരാന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അത് ശരിയാ തങ്കച്ചേട്ടത്തി. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവിടെ ഭയങ്കര പാടാ. അമ്മച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. അവിടെ നമ്മുടെ വീട്ടിലുള്ളത് ഇന്ത്യൻ ക്ലോസറ്റ് ആണല്ലോ. അതിൽ അച്ചാൻ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ആവുമ്പോ നമുക്ക് പിടിച്ച് ഇങ്ങനെ അങ്ങ് ഇരുത്താമല്ലോ. അപ്പൊ ഞങ്ങളിപ്പം അസുഖം മാറുന്നിടം വരെ ഞാനും അമ്മച്ചിയും കൂടെ ഇവിടെ നിക്കാം. പിന്നെ ആ ഓട്ടോ മുറ്റത്ത് കിടക്കുമല്ലയോ, വെയിറ്റിംഗ് ചാർജ് ഒക്കെ കൂടുവന്നേ.
പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് അടങ്ങിയ ഒരു ബാഗുണ്ട്. പിന്നെ ഞങ്ങൾ 2-3 ട്രോളി ബാഗുണ്ട്, അതും കൂടി ഇങ്ങനെ എടുത്തേക്കണേ. വെയിറ്റിംഗ് ചാർജ് കൂടെ ചേർക്കാൻ ഭയങ്കര പൈസ മേടിക്കുവോ ചെറുക്കാൻ. ഓട്ടോക്കൂലി കൊടുക്കണേ, ഓട്ടോക്കൂലി കൊടുത്തേക്കണേ. അല്ല ഓട്ടോ കൂലി അല്ല 1000 അല്ല 10,000 ആയാലും അവര് ചോദിക്കുന്ന നമ്മള് കൊടുക്കണല്ലോ. നമ്മള് വന്നതാണല്ലോ. അല്ല ഞാൻ 1000 അയച്ചായിരുന്നു. അത് വിട്, അതൊക്കെ വിട്. പൈസയല്ലേ ചേട്ടത്തി, ചെലവായി പോത്തില്ലേ. കൊടുത്തിട്ട് പൊന്നെ വേദനയുണ്ടോ? ഇതെല്ലാം പൈസ എടുത്ത് പൈസ കണക്ക് പറയും, ഓട്ടോക്കാരന്മാരെന്ത് പറയും. ഓറഞ്ച് വേണോ? അമ്മച്ചി പോയി ചായ ഇട്. എന്തോ നോക്കിക്കുവാ നീ പോയി ഭാര്യയും ഭർത്താവോട് വർത്താനം പറഞ്ഞെടുത്ത് നോക്കി വെക്കുവാ. ഭാര്യയും ഭർത്താവ് ഒന്നും ഇല്ലാത്ത ഭാര്യ ഭർത്താവ് എന്റെ മോന്റെ അടുത്ത് എനിക്ക് നിൽക്കണ്ടായോ? ഞാനങ്ങ് പോയേക്കാം. ഓനെ നിദ്ര മാടി ಲೇಗಲು ಹೋಗು ಮಾಮ. ಅವ್ರು ಏನದು ಹೇಳಿದ್ರಪ್ಪ, ನೀ ನಿದ್ರೆ ಮಾಡಿ ರೆಸ್ಟ್ ಮಾಡಿಪ್ಪ. ಏನಿದು ಬೇಕು ಕೊಡಕಾಲಿದ್ದು ಸೋರಿ ಕಣ എടുത്ത സ്വൈര്യം തരത്തില്ല, 2 കണക്കാ. നല്ല കൈക്ക് ഞാൻ നല്ല വെട്ട് തരും കേട്ടോ റോസ്മേരി. ഞാൻ അച്ചാറിടാൻ വേണ്ടി എടുത്തു വെച്ച മാങ്ങയാ. പുളിയോട്ടോടി നല്ല പുളി, നല്ല സൂപ്പർ മാങ്ങ. അയ്യോ വലുത് നോക്കി അങ്ങ് എടുത്തോ. എനിക്ക് കുറച്ച് മതി മക്കളെ, പിന്നെ വേവിക്കും വെച്ചിട്ട് എടുക്കാം. എല്ലാം കൂടി ഇപ്പൊ ഞാൻ തിന്നാൻ പറ്റൂ? അതല്ല, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞില്ല, നിങ്ങൾ പോയും പിള്ളേരെ ഞാൻ ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ച് തോരൻ വെക്കുന്നതിന് ഒരു ജാതക്കുള്ള ആൾക്കാർ വേണം. ഞാൻ ചെയ്തോളാം, പോ കുഞ്ഞുങ്ങളെ എണ്ണിച്ച്. ഇത് ചെയ്യോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഈ കുറെ നേരം ഇരുന്നിട്ടായിരിക്കും കൂടി എന്റെ കാലങ്ങ് ഭയങ്കര വേദനയാണ്. അതുമല്ലല്ലോ ഓട്ടയ്ക്കകത്ത് കിട്ടങ്ങണ്ണം വന്നേയില്ലേ, കുത്തിയിരുന്ന് കാല് മടക്കി ഇരിക്കാൻ വയ്യാടി വെച്ചേ. പറയുമ്പോ എല്ലാവർക്കും അങ്ങ് നിസ്സാരോ. മക്കളിച്ച് കുഴമ്പിട്ട് തടവി തരണേ മക്കളെ ഉമ്മച്ചിക്ക്. ഞാൻ ചെയ്തോളാം. ചെയ്തിട്ട് മതി, ചെയ്തിട്ടേ ഇച്ചി കുഴപ്പമിട്ട് തല വിരിച്ച് ചൂടുവെള്ളം വെക്കുമ്പോ അങ്ങ് മാറൂടി. വയസ്സായില്ലേ, ഇനി പണ്ടത്തെ പോലെ നോക്കോ. ഓട്ടോയില് ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അല്ല ഓട്ടോയ്ക്ക് വന്നപ്പോഴേ അവിടെ ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അത് ഞാൻ നോക്കിയില്ല, കാണുമായിരിക്കും. അല്ല അമ്മ 1000 രൂപ അയച്ചതെന്ന് പറഞ്ഞ് ഗൂഗിൾ പേ എന്നിട്ട് വീണ്ടും അമ്മേരെ പൈസ മേടിച്ച് ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അതിപ്പോ പൈസയല്ലേ, ചെലവായി പോത്തില്ലേ. നമ്മുടെ കയ്യിലിരുന്നാലും നിങ്ങളുടെ കയ്യിലിരുന്നാലും എല്ലാം ഒരുപോലെ അല്ലേ ഉള്ളൂ. അതാണോ അങ്ങനെ കണക്ക് പറഞ്ഞാൽ കൊള്ളാമോ? റൊണാൾഡോ ഇവിടെ ഇല്ലേ ജീവിക്കുന്നേ? അവ ഉണ്ടാക്കി കൊണ്ടുവരുന്ന മൊത്തവും ഇവിടെ കൊടുക്കൂല്ലോ മക്കളെ. പിന്നെ എന്ത് കണക്ക് പറയാൻ 100-400 രൂപ ഇവിടെ അയച്ചു കൊടുക്കും. ഇച്ചിരി അല്ലേ കണക്ക് പറയാനൊന്നുമില്ല. ഇവിടെല്ലേ പണി ചെയ്യുന്നേന്ന്, പൈസ മുഴുവൻ ഇവിടെല്ലേ തരുന്നേന്ന്. വല്ലപ്പോഴും എന്തേലും അല്ലേ ഞങ്ങൾക്ക് അയച്ചു തരൂന്ന്. അതാ അമ്മച്ചി ഉദ്ദേശിച്ചത്. ചോദിക്കത്തോലുമില്ല, പാവം കഷ്ടം തന്നെ. അവ ഇവിടെ ഇല്ലേ കിടന്ന് അധ്വാനിച്ച് രാവുകല്ലോ അധ്വാനിച്ച് കൊണ്ടുവരുന്നത്. ഇവിടെ ഒന്നും കൊണ്ടുവരാനല്ല, ഇവിടെ ഡാഡി അമ്മയൊക്കെ തന്നെ എല്ലാം നോക്കണേ. എല്ലാം ഇരിപ്പുണ്ട്, അമ്മ അധ്വാനിച്ച് ഇവിടെ തിന്നാൻ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. റോസ്മേരി എന്താ പറയാനാന്ന് ദൈവമേ, എന്തൊക്കെ കാണണം ഞാൻ. എന്നെ റൂമിലോട്ട് നാക്ക്, എന്നെ റൂമിലോട്ട് നാക്കാൻ. ക്യാബേജ് തോരൻ വെക്കാനാണോ? ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചേ കടുവ് താളിച്ച് വെക്കണം, നല്ലതാ. വെളിച്ചെണ്ണ വെച്ച് രോഗികളൊക്കെ ഉള്ളത് വെളിച്ചെണ്ണയൊന്നും താലിക്കല്ലേ മക്കളെ. അച്ചാച്ചന് പ്രശ്നമൊന്നുമില്ല. അച്ചായന് പ്രശ്നമല്ലേ, എനിക്ക് പ്രശ്നമുണ്ടോ? എന്തുണ്ട്? കൊളസ്ട്രോൾ ഇല്ലേ? കൊളസ്ട്രോൾ ഉണ്ടെന്ന് എന്താന്ന് എന്നെ റൂമിലോട്ടൊന്നും പിടിച്ചോണ്ടാക്കാൻ. ബാത്റൂമിലൂടെ ഒറ്റയ്ക്കല്ലേ കയറി പോയത്? ഇപ്പൊ ഞാൻ റൂമിൽ കൊണ്ടാക്കണോ? അതിന് കുറച്ചില് ഇപ്രാവശ്യം ഒറ്റയ്ക്ക് പോയില്ലേ, അടുത്ത പ്രാവശ്യം ഞാൻ കൊണ്ടാക്കാം. കണ്ടു എടി പെണ്ണെ, അവന്റെ കാല് വയ്യാൻ മറ്റേ കാലം കൂടി ഓടിയണോ? ആ അമ്മച്ചി കൊണ്ടാക്കുന്ന അമ്മച്ചി കൊണ്ടാക്കാൻ. ഈ പ്രായമായ എന്നെ അവള് പിണങ്ങുന്നത് ഇങ്ങനെ അവിടെ കുറച്ചോണ്ടിരിക്കും, ഞാൻ ചെയ്യണം. അമ്മച്ചി എനിക്ക് വയ്യ മക്കളെ, എന്റെ കാല് വയ്യ, ഞാനും കൂടെ വീഴണോടാ. മക്കളൊരു കാര്യം ചെയ്യും, പെയ്യ നാട് നാക്ക് മറ്റേ കാലൂടെ എടുത്ത് വെച്ചോ. ഞാൻ കൊണ്ടായിക്കോളാം, പോ അങ്ങ്. കാല് ഇങ്ങനെ വയ്ക്കാതെ അങ്ങോട്ട് നീട്ടി നിവർത്തി ആ സ്റ്റൂളിൻ്റെ മുകളിലോട്ട് വയ്യേ. ഇങ്ങനെ വെച്ചാലേ നല്ലതല്ല, അത് കാലിന് നീര് വരും. ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, നീര് വന്ന് പൊട്ടട്ടെ, അല്ല നല്ലതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ കാരണം നിങ്ങൾക്കൂടെ ബുദ്ധിമുട്ടായി. വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത്. നിങ്ങൾ പറയല്ലേ ഞാൻ അവിടെ പോയി നിൽക്കാത്ത എന്താ, അവിടെ പോയി നിൽക്കാത്ത എന്താ. അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവർ രണ്ടെടുത്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഊരി പിടിച്ചിഞ്ഞ് പോരുന്നത്. ഇതിപ്പോ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ മുത്തു
അതിലൂടെ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയായി. പറയാനാണ് മുത്ത് ചെയ്തു കൊടുക്കും. എവിടെ രണ്ടുപേരും എന്നെ ശുശ്രൂഷിക്കാൻ വന്നിട്ട് എവിടെ? അവിടെ ഇരിപ്പുണ്ട്. മുത്തിനോട് പറഞ്ഞ് കുഞ്ഞമ്മച്ചി കാല് തിരുമ്മി തരാൻ പറഞ്ഞു, കുഴമ്പിട്ട്. എന്താണാവോ, റോസ്മേരി അവിടെ ചുമ്മാരിനോണ്ടാണോ എന്ന് അറിയില്ല. മുത്ത് പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ ചെയ്യാനായിട്ട്, റോസ്മേരി മാമി ചെയ്തു തരുമെന്ന് പറഞ്ഞ്. റോസ്മേരി മാമി ചെയ്തു കൊടുത്തിട്ട് അമ്മയുടെ കുഴമ്പ് തരും. അത് നമുക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ റോസ്മേരി മുത്തിനെ കുഴമ്പ് പുരട്ടാൻ പഠിപ്പിക്കുക. 3 പേരും കൂടെ പുറത്തിരിപ്പുണ്ട്. ഇതിപ്പോ എന്ത് ചെയ്യോ നീ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾ പറ. ഇവറ്റ രണ്ടുപേരെ ഓടിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ പറ. കാര്യം ഭാര്യ അമ്മച്ചിയൊക്കെ തന്നെ, പക്ഷെ ഓടിക്കാൻ ഞാനങ്ങ് പറഞ്ഞു പോകുന്ന അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ അമ്മ പറയണ ഒരു കാര്യമല്ലേ, ഇവന് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നീ ഒറ്റയ്ക്ക് ഏന്തി വരഞ്ഞ് എനിക്ക് എപ്പോഴും ഇവന്റെ കൂടെ ബാത്റൂമിലോട്ടൊക്കെ പോകാൻ പറ്റുമോ? അങ്ങനെ അടുത്ത് എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ കയറി ഇറങ്ങി ചെയ്തോളാം. എനിക്ക് ആരും അവനെ നോക്കണമില്ല, രണ്ടും കൂടി തമ്മിത്തല്ല്. അടുക്കളയിൽ എനിക്കും കയറാൻ പറ്റണില്ല, അവരോട്ട് കേറണമില്ല. എന്തൊരു തലവേദനയാണ്. ഇന്നലെ വീഡിയോ കോൾ ചെയ്ത് കണ്ട് എന്തൊരു കരച്ചിലായിരുന്നു അറിയാം. ആരെങ്കിലും ഒരാൾ നിങ്ങൾ പോകും, അത് കേൾക്കത്തില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. അല്ല, നിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നീ പറയണം ഞാൻ കൊടങ്ങാവളയ്ക്ക് പോവാന്ന് പറയണം. എന്നിട്ട് അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടെ, എന്നിട്ട് ഡ്രസ്സും പെട്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ട് നീ ആദ്യം അങ്ങ് പോണം. എന്നിട്ട് അല്ല, ഇവനെവിടെ ഇല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ നിൽക്കണോണ്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. എന്നിട്ട് ഇവരെല്ലാരും കൂടി അവിടെ ചെന്ന് കഴിയുമ്പോ നീ ഒന്നും പറയണ്ട, ആശുപത്രി പോവാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ. ഇതാണോ നീ എൻ്റെ ഐഡിയ? ആ, അല്ലതാ. അവൻ ഇങ്ങോട്ട് വരുമ്പോ അവരും കൂടെ ഇങ്ങോട്ട് വരും, അത് ഉറപ്പാ. എന്തായാലും എൻ്റെ തുണിയെല്ലാം ബാഗിനകത്ത് കയറ്റി വെക്ക. അങ്ങനെ ഒരു അറ്റ കൈ പ്രയോഗം ചെയ്തു നോക്കാം. അല്ലാതെ അവർ പോകത്തില്ല, ഉറപ്പാ. കൊറേ നേരം നിൽക്കുമ്പോഴേക്കളെ കുത്തി വലിക്കുക കാല്. പുകച്ചില്ല, രാത്രി കിടക്കാനും വയ്യ, അങ്ങ് പോഞ്ഞ് നീറുക. ആ, അവിടെ വെക്കളെ ഇപ്പോഴും അവരൊന്നും ന്യൂജൻ ആയിട്ടില്ലെന്നേ. അവരിപ്പോഴും ഇങ്ങനെ പഴയ ഇതും കണ്ട് കിടക്കും. അയ്യോ, ഇവരൊന്നും ചിരിപ്പിച്ച് കൊല്ലു. ഒന്നും ശ്രദ്ധിക്കണ്ട, അവക്ക് ലൂസാണ്. ലൂസ് നിങ്ങളെ തിരുവല്ലം തീറ്റയൊക്കെ നിർത്ത്, എഴുന്നേക്ക്, പുറങ്ങാളേക്ക് വാ. അത് നീ പോന്നെ ഞങ്ങൾ എന്തിനാ എഴുതേക്കുന്നേ? ഞാൻ മാത്രമല്ല, അമ്മച്ചി റോസ്മേരി, നമ്മള് 3 കൂടാ പോണേ. 3 പേരോടോ? ആ. എടാ, നിനക്ക് വല്ല കണ്ണി ചോരയുണ്ടോടാ? ഇത്രേ നാൾ ഇവിടെ നീ ജീവിച്ചിട്ട് ഒരു സുപ്രാവത്തി ഒന്നും പറയാതെ ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ അവർക്കത് സഹിക്കൂ? കഷ്ടം തന്നെ. ഞങ്ങള് എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് സഹിക്കാം. കഷ്ടം, എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് സഹിക്കാവുന്നു. നീ പോന്നെങ്കി ഇപ്പൊ ഞങ്ങൾ വരുന്നല്ലേ, എനിക്ക് ഇവരെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് മനസാക്ഷിയുണ്ട്, നിനക്കില്ലേലും. അതല്ല, ഞാൻ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. മീൻ കുടംപുളി ഇട്ട് വെക്കണമെന്നില്ല. മക്കൾ അതങ്ങോട്ട് വെളിച്ചെണ്ണക്കത്തോട്ട് അങ്ങോട്ട് മുളകോടി ഇട്ടങ്ങോട്ട് വെക്കും. ചോദിക്കാൻ എന്തോ ഇരിക്കുന്നു? കൊടംപുളി ഇട്ടാണ് വെക്കുന്നത്. നല്ലതാ, നല്ലതാ. കൊടംപുളി ഇട്ട് വെച്ചോ, നല്ല മദ്രസ വേണം. വാഴിലുണ്ടല്ലേ.